അത് ഞാൻ ഞാൻ പിന്നെ ഡോറ് ലോക്കല്ലെന്ന് കരുതിയില്ല. ജസ്റ്റ് പിടിച്ചു നോക്കിയതാ. തുറന്നു പോയി. ഐ ആം സോറി. അവൻ അവളെ നോക്കി പറഞ്ഞു. അത് സാരമില്ല. ഡേവിഡ് ചായൻ വെറുതെ വന്നതാണോ? അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു. അത് പിന്നെ ഞാനൊരു കാര്യം പറയാൻ. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എന്താ ഡേവിഡ് ചായ? അവളും സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നമുക്ക് പുറത്തു വരെ ഒന്ന് പോകണം. ഒരാളെ കാണാനുണ്ട്. നേഹ ഒരുങ്ങി വരാൻ പറയാനാണ് ഞാൻ വന്നത്. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി. എൻ്റെ കൂടെ വരാൻ നേഹയ്ക്ക് പേടിയുണ്ടോ? അവൾ നോക്കുന്നത് കണ്ട് അവൻ ചോദിച്ചു. ഇല്ല, പക്ഷേ എവിടേക്കാ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ആരെ കാണാനാ? കോളേജിൽ പോകണ്ടേ? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അത് ആളിനെ കാണുമ്പോൾ നേഹയ്ക്ക് മനസ്സിലാകും. എൻ്റെ കൂടെ വരാൻ പേടിയില്ലെങ്കിൽ ഒരുങ്ങി റെഡിയായിട്ട് താഴേക്ക് വാ. തൽക്കാലം ഇന്ന് നേഹ കോളേജിലേക്ക് പോകണ്ട. അവൻ പറഞ്ഞതും അവൾ തലയാട്ടി. അവളോട് അത്രയും പറഞ്ഞിട്ട് അവൻ തിരികെ പോകാനിറങ്ങി. പിന്നെ എന്തോ ഓർത്തതുപോലെ ഒന്ന് നിന്നു. അവൻ തിരിഞ്ഞത് കണ്ടതും അവളും സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. തൽക്കാലം നേഹ ഇതൊന്നും ആരോടും പറയാൻ നിൽക്കണ്ട. എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞോളാം. അവൻ പറഞ്ഞതും അവൾ വീണ്ടും തലയാട്ടി. അവൻ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയതും അവൾ ആലോചനയോടുകൂടി നിന്നു. എന്നാലും അവൻ എവിടേക്ക് പോകാനായിരിക്കും ഒരുങ്ങി വരാൻ പറഞ്ഞത് എന്നുള്ള സംശയത്തിലായിരുന്നു അവൾ. ഇച്ചായ ഷർട്ടിൻ്റെ സ്ലീവ് മടക്കിക്കൊണ്ട് നിൽക്കുന്ന അവൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ശ്രീ വിളിച്ചു. എന്താ ഭദ്രക്കുട്ടി? അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ചോദിച്ചു. അത് ഇന്ന് ഇച്ചായ ഞങ്ങളെ കോളേജിൽ കൊണ്ടാക്കാവോ? അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു. അല്ലെങ്കിലും നിന്നെ ഇന്ന് ഞാനാണ് കോളേജിലേക്ക് കൊണ്ടാക്കുന്നത്. അവൻ പറഞ്ഞതും അവൻ അവളുടെ മനസ്സറിഞ്ഞ് ചെയ്യുന്നതോർത്ത് അവളൊന്ന് പുഞ്ചിരിച്ചു. പിന്നെ നിന്നെ എന്ന് പറഞ്ഞതുകൊണ്ട് അവൾ സംശയത്തോടെ അവനെ നോക്കി. അതിന് ഞാൻ മാത്രമല്ലല്ലോ ഇച്ച, നേഹയുണ്ടല്ലോ. അവൾ സംശയത്തോടെ അവനോട് പറഞ്ഞു. ഇന്ന് നേഹ കോളേജിലേക്ക് വരുന്നില്ല. അവൻ പറഞ്ഞതും അവൾ വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കി. അതെന്താ? അവൾ എന്നോട് വരുന്നില്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ. അവൾ തിരികെ അവനോട് ചോദിച്ചു. അവൾ ഇന്ന് കോളേജിലേക്ക് വരുന്നില്ല എന്നുള്ള കാര്യം അവൾ തന്നെ ഇപ്പോഴാണ് അറിഞ്ഞത്. അവൻ അവളെ നോക്കി മറുപടി പറഞ്ഞു. എനിക്ക് ഇച്ചാൻ പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല. അവൻ പറയുന്നതൊന്നും മനസ്സിലാകാഞ്ഞതും അവൾ വിഷമത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അത് ഇന്ന് അവൾ ഡേവിയോടൊപ്പം പുറത്തേക്ക് പോവുകയാണ്. അതുകൊണ്ട് എൻ്റെ ഭദ്രക്കുട്ടി ഇന്ന് ഒറ്റയ്ക്കാണ് കോളേജിലേക്ക് പോകുന്നത്. അവൻ അവളുടെ കവളിലൊന്ന് തട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെവിടെ പോകുക? ഡേവിഡ് ചായൻ അവളോട് ഇഷ്ടം പറയാൻ കൊണ്ടുപോകുവാണോ? അവൾ സംശയത്തോട് ചോദിച്ചു. തൽക്കാലം അവൻ ഇഷ്ടം പറയാനൊന്നും കൊണ്ടുപോകുമല്ല അവളെ. മറ്റൊരാവശ്യത്തിന് വേണ്ടി പോവുകയാണവർ. ഡെന്നി അവളെ നോക്കി പറഞ്ഞു. ഇച്ചായൻ എന്തൊക്കെയോ എന്നിൽ നിന്ന് ഒളിക്കുന്നുണ്ട്. എനിക്കത് നന്നായിട്ട് മനസ്സിലായി. എന്താണെങ്കിലും എന്നോട് തുറന്ന് പറഞ്ഞൂടെ ഇച്ചായ? ഇച്ചായൻ എന്നെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ എന്നോടൊന്നും പറയാത്തത്? അവൾ വിഷമത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ ചിരിച്ചു. കുഞ്ഞാ, എനിക്ക് നിന്നോട് പറയുന്നത് കൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. എനിക്കൊരു വിശ്വാസക്കുറവും ഇല്ല നിന്നെ. പക്ഷേ ഇപ്പോൾ ഒന്നും വേണ്ട. അതിനെപ്പറ്റി ആദ്യം അറിയേണ്ടത് അത് അവളാണ്. അതുകൊണ്ട് അവൾ അറിഞ്ഞതിന് ശേഷം എല്ലാവരും അറിഞ്ഞാൽ മതി. അതുകൊണ്ടാണ് ഭദ്രക്കുട്ടിയോട് പോലും പറയാത്തത്. അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇച്ചായൻ എന്താ പറഞ്ഞു വരുന്നത്? അവൾ എന്തറിയാനാണ്? അവൾ വീണ്ടും ചോദിച്ചു. ഇപ്പോൾ അവൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താ? അവൾക്ക് സംഭവിച്ചതിന് പിന്നിൽ ആരാണെന്നുള്ള സത്യം. അതറിയാൻ വേണ്ടിയിട്ടല്ലേ നമ്മളെല്ലാവരും കാത്തിരുന്നത്. എന്നാൽ അതിന് ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. അതാരാണെന്ന് അവൾ അറിയാൻ പോവുകയാണ്. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ ഞെട്ടി. അപ്പോൾ നേഹ ഇന്നറിയുമോ അവളോട് അങ്ങനെ ചെയ്തത് അവനാണെന്ന്? അറിയും. അവനെ നേരിട്ട് കാണിച്ചു തന്നെയാണ് ഞങ്ങളാ സത്യം അവളെ അറിയിക്കാൻ പോകുന്നത്. അവൻ പറഞ്ഞു. എന്താ നീ ആലോചിക്കുന്നത്? അവളെല്ലാം കേട്ടിട്ടും ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടതും അവൻ അവളെ തട്ടി വിളിച്ചുകൊണ്ട് ചോദിച്ചു. അതിച്ചായ ഞാൻ കാരണമല്ലേ അവൾക്ക് അങ്ങനെയൊക്കെ? അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഏയ്, അങ്ങനെയൊന്നും ചിന്തിക്കാതെ കുഞ്ഞാ. ഇങ്ങനെയൊക്കെ സംഭവിക്കണോ എന്നുള്ളത് അത് ദൈവനിശ്ചയമായിരുന്നു. അതുകൊണ്ടാണ്, അല്ലാതെ നീ കാരണമൊന്നുമല്ല. അവൻ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഇച്ചായൻ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോന്ന് പറയുന്നത്. പക്ഷേ എനിക്കറിയാം ഞാൻ ചെയ്തതാണ് തെറ്റ്. എൻ്റെ എടുത്തുചാട്ടമാണ് എല്ലാത്തിനും കാരണം. അന്ന് ഞാൻ അവനോട് അങ്ങനെയൊന്നും ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും എൻ്റെ നേഹ അതിൽ ചെന്ന് പെടുകയില്ലായിരുന്നു. ഇതൊക്കെ അവളറിയുമ്പോൾ അവൾക്ക് എന്നോട് ദേഷ്യം തോന്നുന്നു ചായ. എന്നെ അവൾ വെറുക്കുവോ? അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അയ്യേ, എൻ്റെ ഭദ്രക്കുട്ടി ഇത്രയേ ഉള്ളോ? അങ്ങനെ നേഹയ്ക്ക് നിന്നെ വെറുക്കാൻ പറ്റുമോ ഭദ്രേ? നിൻ്റെ ജീവൻ അവളും അവളുടെ ജീവനും നീയും അല്ലേ? അങ്ങനെ പരസ്പരം പിരിഞ്ഞു പോലും നിൽക്കാൻ പറ്റാത്ത നിങ്ങളിൽ ഒരാളെ വെറുക്കാൻ കഴിയോ? അവൻ അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് അവളെ സമാധാനിപ്പിച്ച് പറഞ്ഞു. എനിക്കറിയില്ല ഇച്ചായ, പക്ഷേ അവളെന്നെ വെറുത്ത, അവൾക്ക് എന്നോട് ചെറുതായിട്ടെങ്കിലും ദേഷ്യം തോന്നിയ പിന്നെ അവൾ വിങ്ങിപ്പോയി.
അയ്യേ ഭദ്രെ കരയല്ലേ, ഇങ്ങനെ കരയാൻ മാത്രം ഇപ്പം എന്താ ഇവിടെ ഉണ്ടായത്? അവൻ അങ്ങനെ അവളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷയും അവന് കിട്ടിയിരിക്കും. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഓർത്തൊന്നും ഭദ്ര വിഷമിക്കണ്ട. അവൻ അവളെ സമാധാനിപ്പിച്ചു. എന്നാലും എനിക്ക് ഇപ്പോഴും അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇച്ചായ. അവനാണെന്ന് അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് അവനിപ്പോൾ എവിടെയാ? ഡേവിച്ചായൻ അവളെയും കൂട്ടി എങ്ങോട്ടാ പോകുന്നത്? അവൾ സംശയത്തോട് ചോദിച്ചു. അവനിപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നേഹയും കൂട്ടി അവിടേക്ക് പോകണം. അവൾക്ക് ഇങ്ങനെ സംഭവിക്കാനുണ്ടായതിനുള്ള കാരണക്കാരൻ ആരാണെന്ന് അവൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം. പിന്നെ അവൾ തീരുമാനിക്കട്ടെ അവൻ എന്ത് ശിക്ഷ കൊടുക്കണമെന്ന്. ഡെന്നി പറഞ്ഞതും അത് ശരിയാണെന്ന് ശ്രീക്കും തോന്നി. കാരണം അവളാണ് ഒക്കെയും അനുഭവിച്ചത്. അതുകൊണ്ട് അവനുള്ള ശിക്ഷ വിധിക്കേണ്ടതും അവൾ മാത്രമാണ്. ശ്രീയും ആലോചിച്ചു. തൽക്കാലം നീ ഇതൊന്നും ആരോടും പറയാൻ നിൽക്കണ്ട. രഹസ്യം അത് രഹസ്യമായിട്ട് തന്നെ നിൽക്കട്ടെ. എല്ലാത്തിൻ്റെയും അവസാനം അവൻ്റെ മരണം. ആ നിമിഷം അറിഞ്ഞാൽ മതി എല്ലാവരും സത്യങ്ങൾ. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾക്കും അത് ശരിയാണെന്ന് തോന്നി. പക്ഷേ ഇച്ചായ, അവൻ്റെ അച്ഛൻ വന്ന് പ്രശ്നം ഉണ്ടാക്കില്ലേ? അവൻ്റെ അച്ഛൻ ഇപ്പോൾ അവനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഭദ്ര സംശയത്തോടെ അവനോട് പറഞ്ഞു. അയാൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അയാൾക്ക് ഒരിക്കലും അയാളുടെ മകനെ കിട്ടാൻ പോകുന്നില്ല. അവൻ്റെ ശവം മാത്രമേ ഞങ്ങൾ അയാൾക്ക് ഇനി കൊടുക്കുകയുള്ളൂ. നല്ലത് പറഞ്ഞ് പഠിപ്പിക്കേണ്ട മകനെ ഇല്ലാതാക്കിയത് അയാൾ മാത്രമാണെന്ന് അയാൾക്ക് തോന്നണം. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾക്കും അത് ശരിയാണെന്ന് തോന്നി. ശ്രീ ഒരുങ്ങി റെഡിയായി താഴേക്ക് വന്നതും ഡെന്നിയുടെ മമ്മി അവർക്കെല്ലാവർക്കും കഴിക്കാനുള്ള ഫുഡ് റെഡിയാക്കി ടേബിളിന് മുകളിലേക്ക് കൊണ്ടുവച്ചിരുന്നു. ഡേവി കഴിച്ചതിന് ശേഷം നേഹയുടെ മുഖത്തേക്ക് നോക്കി പോകാമെന്നുള്ള രീതിയിൽ കണ്ണു കാണിച്ചതും അവൾ തലയാട്ടിക്കൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റു. മമ്മി, ഞങ്ങൾ ഇറങ്ങുവാണേ. ഡേവി അവൻ്റെ മമ്മിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവർ സംശയത്തോടെ അവനെ നോക്കി. ശ്രീമോൾ ഇന്ന് കോളേജിലേക്ക് പോകുന്നില്ലേ? നേഹ മാത്രം അവനോടൊപ്പം ഇറങ്ങുന്നത് കണ്ടതും അവർ സംശയത്തോട് ചോദിച്ചു. അവർ വേറെ വഴിക്ക് പോകുക അമ്മേ. അത് കേട്ട് ശ്രീ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ആണോ? അവർ മാത്രം എവിടെ പോകുക മോളെ? നേഹ മോൾക്കിന്ന് ക്ലാസ്സിന് പോകണ്ടായിരുന്നോ? അവർ സംശയത്തോടെ വീണ്ടും ചോദിച്ചു. എന്നും അവൾ ക്ലാസ്സിന് തന്നെയല്ലേ മമ്മി പോകുന്നത്? അവളുടെ മനസ്സൊന്ന് റിലാക്സ് ആകട്ടെ. അവർ പോയിട്ട് വന്നിട്ട് എവിടെ പോയതാണെന്ന് പറയും. ഡെന്നി അവരെ നോക്കി പറഞ്ഞതും അവർ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവരെവിടെ പോയതാ ചാച്ച? വിനുവും അത് കണ്ട് സംശയത്തോടെ ചോദിച്ചു. അത് അവർ പോയിട്ട് വന്നിട്ട് നിങ്ങളോട് എല്ലാവരോടും പറയും. അതാണ് അതിൻ്റെ ശരി. ശ്രീ, നമുക്കെങ്കിൽ ഇറങ്ങിയാലോ? അവൻ തൻ്റെ അടുത്തിരിക്കുന്ന ശ്രീയെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി. അന്ന് ഡെന്നിയാണ് ശ്രീയെ കോളേജിലേക്കാക്കിയത്. എടി, നേഹ എന്താടി ഇന്ന് വരാഞ്ഞത്? അവൾക്ക് എന്തെങ്കിലും വയ്യായികയുണ്ടോ? വൈക നേഹ വരാത്തത് കൊണ്ട് തന്നെ ശ്രീയെ നോക്കി ചോദിച്ചു. ഇല്ലടി, അവൾ ഡേവിച്ചായൻ്റെ ഒപ്പം പുറത്തെവിടെയോ പോയി, എന്തോ ആവശ്യത്തിനായിട്ട്. ശ്രീ അവളെ നോക്കി മറുപടി പറഞ്ഞു. ഡേവിച്ചേട്ടന് അവളെ ഇഷ്ടമാണെന്നുള്ള കാര്യം നിനക്കറിയോ? വൈക സംശയത്തോടെ ശ്രീയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ആ, അതിച്ചായൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. നിങ്ങൾക്കൊക്കെ നേരത്തെ അറിയാമായിരുന്നോ? അവൾ തിരികെ ചോദിച്ചു. ഞങ്ങൾക്കത് നേരത്തെ അറിയാമായിരുന്നു. ഡോണ ഞങ്ങളോട് പറഞ്ഞിരുന്നു ചേട്ടന് അവളെ ഇഷ്ടമാണെന്ന്. പിന്നെ വിനു വന്നില്ലേ, അപ്പോഴാണ് ശരിക്കും ചേട്ടന് പൊസസീവ് വർക്കൗട്ട് ആവാൻ തുടങ്ങിയത്. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനിതൊന്നും അറിഞ്ഞിരുന്നില്ല. ശ്രീ അവളെ നോക്കി മറുപടി പറഞ്ഞു. അതിന് നീയും ഡെന്നി ചേട്ടനും തമ്മിൽ എപ്പോഴും അടിയല്ലായിരുന്നോ? അതിനിടയിൽ ഇതൊക്കെ കാണാനും മനസ്സിലാക്കാനും എവിടെയാ സമയം കിട്ടിയത്? അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എല്ലാം എൻ്റെ എടുത്തുചാട്ടം കൊണ്ട് മാത്രമേ സംഭവിച്ചതാ വൈക. എൻ്റെ നശിച്ച ദേഷ്യവും എടുത്തുചാട്ടവും മാത്രമാണ് എല്ലാത്തിനും കാരണം. അതുകൊണ്ടല്ലേ ഞാൻ ഒരു തെറ്റും ചെയ്യാത്ത ഇച്ചായനെ തെറ്റിദ്ധരിച്ചത്. ഞാൻ കാരണമല്ലേ ഒരു ദിവസം ഇച്ചായൻ പോലീസ് സ്റ്റേഷനിൽ പോയി കിടക്കേണ്ടി വന്നത്. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്കിപ്പോൾ എന്നോട് തന്നെ ദേഷ്യമാണ്. ശ്രീ അവളെ നോക്കി മറുപടി പറഞ്ഞു. അതൊന്നും സാരമില്ലടി, ഇപ്പോഴെല്ലാം കലങ്ങി തെളിഞ്ഞില്ലേ. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്നുള്ളത് നിന്റെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ടാവും. വൈക ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. എന്നാലും അതിന് പിന്നിൽ ആരായിരിക്കും ശ്രീ? ആരാണെങ്കിലും അയാൾക്ക് നേഹയോടും ചേട്ടനോടും ദേഷ്യമുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ അവരെ രണ്ടുപേരെയും വെച്ച് കളിക്കുമോ? വൈക സംശയത്തോടെ അവളോട് പറഞ്ഞു. ശ്രീക്ക് നേഹ കാരണമല്ല, താൻ കാരണമാണ് അവൾക്കങ്ങനെ സംഭവിച്ചതെന്ന് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് വേണ്ടെന്ന് വെച്ചു. അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് വൈശു പെട്ടെന്ന് ക്ലാസ്സിനകത്തേക്ക് ഓടിക്കയറി വന്നത്. എടി, നിങ്ങളൊരു കാര്യം അറിഞ്ഞോ? പുറത്തേക്ക് പോയിട്ട് വന്ന വൈശു ശ്രീയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. നീ പറഞ്ഞാലല്ലേ എന്ത് കാര്യമാണെന്ന് അറിയുകയുള്ളൂ. ശ്രീ അവളെ നോക്കി മറുപടി പറഞ്ഞു. എടി, ആ ജസ്റ്റിനെ ഇന്നലെ മുതൽ കാണാനില്ലെന്ന്. ഇന്നലെ മുതൽ അവൻ മിസ്സിംഗ് ആണെന്ന്. വൈശു അവരെ രണ്ടുപേരെ നോക്കി എന്തോ വലിയ സംഭവം കണ്ടുപിടിച്ചതുപോലെ പറഞ്ഞു.
അവൻ എവിടെ പോവാനാ? വല്ല കേസിലകപ്പെട്ട് മുങ്ങിയതായിരിക്കും. വൈഗ അവളുടെ സംശയം പറഞ്ഞു. അല്ലടി, അവനെ ഇന്നലെ മുതൽ കാണുവാനില്ല. അവൻ്റെ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടത്രേ. അതിനെപ്പറ്റി അന്വേഷിക്കാൻ പോലീസുകാർ പ്രിൻസിപ്പൽ റൂമിലുണ്ട്. അപ്പോഴാണ് അവൻ മിസ്സിംഗ് ആണെന്നുള്ള കാര്യം കോളേജ് ഫുൾ അറിഞ്ഞത്. എന്നാലും ഇവനിത് എവിടെ പോയതായിരിക്കും? എന്തേലും ഉടായ്പ കാണിച്ച് ആരെങ്കിലും അവനെ കൊന്നു തള്ളിയിട്ടുണ്ടാവുമോ? വൈഷു സംശയത്തോടെ ആലോചനയോടുകൂടി പറഞ്ഞതും ശ്രീ ഒന്നും തന്നെ മിണ്ടിയില്ല. കാരണം അവനിപ്പോൾ എവിടെയുണ്ടെന്ന് അവൾക്ക് നന്നായിട്ട് അറിയായിരുന്നു. ഡേവി നേഹയും കൊണ്ട് ആളൊഴിഞ്ഞ ഒരു കെട്ടിടത്തിന് മുൻപിലേക്കെത്തി. അവന് വിശ്വാസമുണ്ടെങ്കിലും ആ ഒരു കെട്ടിടത്തിൻ്റെ മുൻപിൽ എത്തിയതും അവൾക്ക് ചെറിയൊരു ഭയം തോന്നി. പേടിക്കണ്ട, ഇറങ്ങ. അവളുടെ ഭയം കണ്ടതും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഉള്ളിൽ ചെറിയൊരു പേടിയുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അവനോട് അവൾക്കൊരു വിശ്വാസമുണ്ടായിരുന്നു. അവൾ കാറിൽ നിന്നും ഇറങ്ങിയതും അവനും കാർ അടച്ചിട്ട് ഇറങ്ങി. വാ. കാറിൽ നിന്നും ഇറങ്ങി സംശയത്തോടെ നോക്കി നിൽക്കുന്ന അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ അകത്തേക്ക് കയറി. മുൻവശത്തെ വാതിൽ തുറന്ന് മുകളിലേക്കുള്ളൊരു സ്റ്റെപ്പ് കണ്ടു. അവൻ അവളുടെ കയ്യിൽ പിടിച്ച് ആ സ്റ്റെപ്പ് കയറി. അവൾക്ക് എന്തൊക്കെയോ ഒരു ഭയം തോന്നി. എങ്കിലും അവനോടുള്ള വിശ്വാസമായിരുന്നു അവൾക്ക് പ്രധാനം. അവൻ അവളെയും കൂട്ടി ഒരു മുറിക്ക് മുൻപിലെത്തി. ഈ മുറിക്കകത്ത് ഒരാളുണ്ട്. നിന്നോട് തെറ്റ് ചെയ്തതും നിനക്ക് ഈ അവസ്ഥ ഉണ്ടാകാനുള്ള കാരണം ഈ മുറിയിൽ ഇരിക്കുന്നവനാണ്. ഇവനെ എന്ത് ചെയ്യണമെന്ന് നിനക്ക് തീരുമാനിക്കാം. നിന്റെ തീരുമാനം മാത്രമായിരിക്കും അവൻ്റെ മുൻപോട്ടുള്ള ജീവിതം. പക്ഷേ ഒരു കാര്യം നീ ഓർക്കണം, നിന്റെ അവസ്ഥ നാളെ ഒരു പെൺകുട്ടികൾക്കും ഉണ്ടാകാൻ പാടില്ല. അവൻ അത്രയും പറഞ്ഞതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൾക്ക് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. അവൻ ആ വാതിൽ തുറന്നു. പിന്നെ അവളുടെ കൈ പിടിച്ച് അകത്തേക്ക് കയറിയതും കസേരയിൽ തളർന്നിരിക്കുന്ന ആളിനെ കണ്ട് അവൾ ഞെട്ടി. ജസ്റ്റിൻ? അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അതെ, ഇവനാണ് നിന്നോട് അങ്ങനെ ചെയ്തത്. നീ ഇത്രയും നാൾ അന്വേഷിച്ചു കൊണ്ടിരുന്നത് ഇവനെ തന്നെയാണ്. അവൻ തിരികെ അവളോട് പറഞ്ഞു. പക്ഷേ എന്തിന്? അതിനും മാത്രം ഞാൻ എന്താ ചെയ്തേ? എനിക്ക് ഇവനുമായിട്ട് ഇതുവരെ ഒരു ബന്ധം ഉണ്ടായിട്ടില്ല. ശ്രീ എന്ന് ദേഷ്യപ്പെട്ടതല്ലാതെ പിന്നെ എന്തിനാ എന്നോട്? അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഭദ്രയോടുള്ള ദേഷ്യം. ഇവൻ്റെ അപ്പന് ഡെന്നിയോടുണ്ടായിരുന്ന ബിസിനസ്സിലെ പക. പ്രൊജക്റ്റ് കിട്ടാൻ വേണ്ടി അവർക്ക് ഡെന്നിയെ കൊടുക്കാൻ ഒരു കേസ് ഉണ്ടാക്കണമായിരുന്നു. അതും പറഞ്ഞ് അവൻ ജസ്റ്റിൻ അവളോട് അങ്ങനെ ചെയ്യാനുണ്ടായ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു. അതെല്ലാം കേട്ട് ഞെട്ടി നിൽക്കുകയാണ് നേഹ. അവരോട് രണ്ടുപേരോടുമുള്ള ദേഷ്യം എന്നോടെന്തിനാ? അതിന് ഞാനിതിലൊന്നും ഉൾപ്പെട്ടിട്ടില്ലല്ലോ. അവൾ വിഷമത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. നിന്നെ വേദനിപ്പിച്ചാൽ മാത്രമേ ശ്രീക്ക് വേദനിക്കുകയുള്ളൂ എന്ന് അവർക്കറിയാമായിരുന്നു. അതുമാത്രമല്ല, അതിൽ കൂടി ഡെന്നിയെയും ശ്രീയെയും തമ്മിൽ തെറ്റിച്ച് ശ്രീയെ തന്നെ ഡെന്നിക്ക് എതിരായിട്ട് നിർത്താനായിരുന്നു ഇവരുടെ പ്ലാൻ. ദേവി അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എല്ലാം കേട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി.